ജീവിത അവസ്ഥകൾക്ക് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സമ്മാനിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാനാണ്. നമുക്ക് സ്തുതിക്കാം. നിന്റെ തകർച്ചകളല്ല നന്മയായി മാറ്റുക. തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം തിരുവചനം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ജീവിതത്തിൽ തകർന്നു പോയ എത്രയോ നിമിഷങ്ങൾ, എത്രയോ ജീവിതത്തിന്റെ അവസ്ഥകൾ നമുക്ക് മുന്നിലുണ്ട്. ജീവിതത്തിൽ ഇനി ബലമില്ല എന്ന് കരുതിയ നിമിഷങ്ങള്, ഒരു ചുവട് പോലും, ഒരടി പോലും ഇനി മുന്നോട്ട് വയ്ക്കുവാൻ സാധ്യമല്ലാത്ത വിധം ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എത്രയോ നിമിഷങ്ങൾ. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല. എല്ലാ അവസ്ഥകളും, ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് ഈശോ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യമായി ദൈവത്തിന്റെ വചനം, സാക്ഷാൽ ദൈവം തന്നെ നമ്മോട് സംസാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ദൈവം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവം തന്നെ ആയിരുന്നു. പ്രവാചകനിലൂടെ സംസാരിച്ച അതേ വചനം ദൈവത്തിന്റെ സ്വരമാണ്. ദൈവത്തിന്റെ സ്വരം ശ്രമിക്കുവാനായിട്ട് ആണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ദൈവിക പദ്ധതികൾക്കനുസരിച്ച്, ദൈവിക സ്വരങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ വിട്ടുകൊടുത്തിട്ടുള്ള ഏതൊരു മനുഷ്യനാണ് നശിച്ചു പോയിട്ടുള്ളത്. ദൈവിക സ്വരങ്ങൾക്ക് കാതോർത്തിട്ടുള്ള ഏതൊരു വ്യക്തിയാണ് ജീവിതത്തിൽ തളർന്നു പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളിൽ നിന്നും, എല്ലാ ബലഹീനതകളിൽ നിന്നും, എല്ലാ പോരായ്മകളിൽ നിന്നും, എല്ലാ കോടുകളിൽ നിന്നും ദൈവം ബലപ്പെടുത്തിയ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. ഈശോ കർത്താവ് നമ്മളോട് പറയുന്നതാണ്, നിന്നെ ബലപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ആയിരിക്കുന്നത്. നിന്റെ തകർച്ചകളിലേക്ക്, നിന്റെ ദുരവസ്ഥകളിലേക്ക്, നിന്റെ വഴിവിട്ട ജീവിത അവസ്ഥകളിലേക്ക്, നിന്റെ പാപ അവസ്ഥകളിലേക്ക്, തകർന്ന് തരിപ്പണമായ ഇന്നിന്റെ നിന്റെ ജീവിത അവസ്ഥകളിലേക്ക് ഈശോ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോയുടെ വചനത്തില് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ പോലും സുഖപ്പെടുത്തുമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന, ഇനി എന്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് തോന്നുന്ന ആ നിയോഗത്തെ സമർപ്പിച്ച് തീറ്റു പരീക്ഷ